ഹലോ സ്റ്റുഡൻസ്, ഇജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 13 ആണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ് കേട്ടോ ചാപ്റ്ററിൻ്റെ ഹെഡിങ് വരുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം പറയാനുള്ളത് റിഡോക്സ് റിയാക്ഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതിനാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ലുക്ക് അറ്റ്സ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അപ്പം പ്രോസസ് ഇൻ വിച്ച് ആൻ ആറ്റം ഓർ അയൺ ലൂസസ് വൺ ഓർ മോർ ഇലക്ട്രോൺ ടു ദ അതർ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒന്നോ അതിലധികമോ ആറ്റത്തിനെ ലൂസ് ചെയ്യുന്ന ഇതിനെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, ദ പ്രോസസ് ഇൻ വിച്ച് ആൻ ആറ്റം ഓർ അയൺ ഗെയിൻസ് ആൻ വൺ ഓർ മോർ ഇലക്ട്രോൺ ഇസ് ടേംഡ് ആസ് റിഡക്ഷൻ. അതായത് എന്താണ്? ഒന്നോ അതിലധികമോ അയോൺസിനെ അല്ലെങ്കിൽ ആറ്റംസിനെ ഗെയിൻ ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്, അല്ലേ, ലഭിക്കുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് വേർഷനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ദി ഓക്സിഡേഷൻ ആൻഡ് റിഡോക്സ് പ്രോസസ് ഡു നോട്ട് ടേക്ക് പ്ലേസ് ഇൻഡിപെൻഡൻ്റ്ലി ബട്ട് ഒക്കർ സൈമുൾട്ടേനിയസ്ലി. എന്താണ്? ഇൻഡിപെൻഡൻ്റ്ലി ഇത് രണ്ടും നടക്കുന്നില്ല, പക്ഷേ പെട്ടെന്നാണ്, അറ്റ് എ ടൈമാണ് ആ ഒരു ഓക്സിഡേഷൻ ആൻഡ് റിഡോക്സ് റിയാക്ഷന് പ്രവർത്തിക്കുന്നത്. സോ ആൻഡ് ആർ ദസ് കോൾഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നു കേട്ടോ. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ എന്താണ്? NaCl ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തത്. അതിൽ Na+i ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട് അല്ലേ. അവിടെ ഇലക്ട്രോൺ ലോസ് ആണ് വരുന്നത്. അപ്പോൾ എന്ത് കിട്ടി? ഓക്സിഡേഷൻ. ഇലക്ട്രോൺ ലോസ് സംഭവിക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ആൻഡ് Cl ആണെങ്കിൽ എന്താണ്? Cl- ആവുന്നുണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതാണ്. ഗെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ സോഡിയം അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് ക്ലോറിൻ അണ്ടർഗോസ് റിഡക്ഷൻ. ഇവിടെ ക്ലോറിൻ ആറ്റം ഉണ്ട്. സോഡിയം ആറ്റം എന്തിനെ ഹെൽപ്പ് ചെയ്യുന്ന? ക്ലോറിനെ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം ആ ഒരു സോഡിയം ആറ്റത്തിനെ റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ റിഡക്റ്റൻ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ റിഡക്റ്റൻ്റ് ആരെ പറയുന്നത്? സോഡിയത്തിനെ. അപ്പം ഓൺ ദ അതർ ഹാൻഡ് എന്താണ്? ക്ലോറിനെ നമ്മൾ എന്ത് പറയും? ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓർ ഓക്സിഡൻറ്റ്. അക്സെപ്റ്റ് ചെയ്യുകയാണല്ലോ ഇലക്ട്രോൺസിനെ. അപ്പം റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ചെറിയൊരു ഐഡിയ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മതി. ഇനി നെക്സ്റ്റുള്ള ബാലൻസ് ഇക്വേഷൻ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓക്സിഡേഷൻ എന്ത്, റിഡോക്സ് റിയാക്ഷൻ എന്തെന്ന് ആ ഒരു ബേസ് മനസ്സിലായിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ ഓക്സിഡേഷൻ നമ്പറിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. സോ ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ടു സിംപ്ലിഫൈ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ കോംപ്ലക്സ് മോളിക്യൂൾസ്. അപ്പം ചെറിയ മോളിക്യൂൾസ്, ചെറിയ ആറ്റംസിൻ്റെ എല്ലാം വെച്ചിട്ട് ഓക്സിഡേഷൻ നമ്പർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ്, 2-3 എലമെൻറ്റ്സ് കൂടി ഉണ്ടാകുന്ന ആ ഒരു കോംപ്ലക്സ് മോളിക്യൂൾസിന് അതിൻ്റെ ഓക്സിഡേഷൻ എന്താണ്? ഓക്സിഡേഷനും റിഡക്ഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുന്നത്. Oxidation number is assigned to an atom. It indicates the number of electrons shifted toward a more electronegative atom in a bond. സോ ഈ ഒരു ഓക്സിഡേഷൻ നമ്പർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൻ്റെ അടുത്തേക്കായിരിക്കും അല്ലേ. അതിനെയാണ് ആ ഒരു ഓക്സിഡേഷൻ നമ്പർ കൊണ്ട് അത് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളിപ്പോൾ പോസിറ്റീവ് സൈനാണ് കൊടുക്കുന്നതെങ്കിൽ ആറ്റം ലോസസ് ഓർ ഷിഫ്റ്റ് ഇലക്ട്രോൺസ് അവേ. പോസിറ്റീവ് സൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആറ്റത്തിനെ കൊടുക്കുന്നെന്ന്, അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്.
കുറച്ച് ദൂരേക്കായിട്ട്. ആൻഡ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദി ആറ്റം ഗെയിൻസ് ഇലക്ട്രോൺസ്. ഗെയിൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് അല്ലേ. അപ്പം ആ ഒരു ഇലക്ട്രോണിനെ ഈ ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുന്ന ആ ഒരു ആറ്റം എന്തായിരിക്കും, മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. In polyatomic covalent bond, the shared electron pair belongs entirely to the more electronegative atom. അതായത് പോളിഅറ്റോമിക് കോവാലന്റ് ബോണ്ട്സിൽ ഏർപ്പെട്ടിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ആറ്റംസ് ഉണ്ടാവുമല്ലോ. സോ അവർ കൂടുതലും മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ കഴിയുന്നതെന്ന് നോക്കാം. ഓക്കെ. അതിൽ കുറച്ച് റൂൾസാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഈസ് ടേക്കൺ ആസ് 0 ഇഫ് ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ എലമെൻ്റൽ ഫോം. എലമെൻ്റൽ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ എന്താണ്, ഫസ്റ്റത്തിലാണ് കേട്ടോ നമ്മളിതിപ്പം പറയുന്ന എക്സാമ്പിൾ. എലമെൻ്റൽ ഫോമിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്, എലമെൻറ്റ്സ് അതിൻ്റേതായ യഥാർത്ഥ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഫോമിൽ തന്നെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഓക്സിജൻ എടുക്കുന്നതാണെങ്കിൽ O2, പിന്നെ സോഡിയം എടുക്കുന്നതാണെങ്കിൽ Na, അങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള ഫോംസിനെ ആണ് നമ്മൾ പറയുന്നത് എലമെൻ്റൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എലമെൻ്റൽ ഫോമിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് ഫസ്റ്റ് റൂള് പറയുന്നത്. ഒന്നാമത്തെ ആ ഒരു ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റൂള് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ ഈസ് ടേക്കൺ ആസ് 0 ഇഫ് ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ എലമെൻ്റൽ ഫോം. എലമെൻ്റൽ ഫോമിൽ ഉണ്ടാവുന്നത് ആണെങ്കിൽ അതൊക്കെ ആ ഒരു ആറ്റംസ് ഒക്കെ 0 ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് തിങ്, രണ്ടാമത്തെ റൂൾ എന്താ പറയുന്നത്, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മോണോ അറ്റോമിക് അയോൺസ് ഈസ് ദി സെയിം ആസ് ദി ചാർജ് പ്രസൻറ്റ് ഓൺ ഇറ്റ്. അതായത് മോണോ അറ്റോമിക് അയോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ നോക്കാം. Na അയോൺസ് ആണല്ലോ, Na+, Cl-, അലൂമിനിയം, Al3+, ഇതൊക്കെ മോണോ ആറ്റോമിക് ഒറ്റ എലമെൻറ്റ് മാത്രമാണല്ലോ, അതിൻ്റെ അയോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ അയോൺസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ചാർജസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്, ഇറ്റ് ഈസ് ദി സെയിം ആസ് ദി ചാർജ് പ്രസൻറ്റ് ഓൺ ഇറ്റ് എന്ന്. അതിലുണ്ടായിരിക്കുന്ന ചാർജ് എന്നായിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ Na+ എന്നാണ് അല്ലേ വരുന്നത്. അപ്പം Na+ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം എത്ര ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത്, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സ്റ്റെബിലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് അവസാനം 1 ഇലക്ട്രോണാണ് അധികമായിട്ടുണ്ടാവുന്നത് അല്ലേ. അപ്പം +1 ആ ഒരു ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് എന്തായിരിക്കും ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ +1 ആയിരിക്കും. ഇനി Cl- കേസിൽ എന്താ വരുന്നത്, ഒരു ഇലക്ട്രോണിനെ വാങ്ങുകയല്ലേ ചെയ്യുന്നത്, ഗെയിൻ ചെയ്യല്ലേ. അപ്പോൾ അതെന്തായിരിക്കും, ഗെയിൻ ചെയ്യുന്നതിനെ കൊണ്ട് -1 ആയിരിക്കും വരുന്നത് Cl-. ഇനിയിപ്പോൾ അലൂമിനിയം 3+, Al3+ൻ്റെ ആണെങ്കിൽ വരുന്നത് 3 ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൂസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ +3 ആയിരിക്കും വരുന്നത്. അതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. മോണോ അറ്റോമിക് അയോൺസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്ന ചാർജ് തന്നെയായിരിക്കും എന്നാണ്. ആൻഡ് തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് -2 ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ കോമ്പൗണ്ട്സ് എക്സെപ്റ്റ് പറയുന്നത് പെറോക്സൈഡ്സിൽ. എക്സാമ്പിൾ പെറോക്സൈഡ്സിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ Na2O2 H2O2 എല്ലാമാണ് പെറോക്സൈഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ആൻഡ് ഇവിടെയുള്ള ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും, പെറോക്സൈഡ്സിൽ -1 ആയിരിക്കും. കൂടാതെ സൂപ്പർ ഓക്സൈഡ്സിലാണ്, സൂപ്പർ ഓക്സൈഡ്സിൽ KO2 എല്ലാം സൂപ്പർ ഓക്സൈഡ്സിൻ്റെ എക്സാമ്പിളാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പം പഠിക്കാനില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ പറഞ്ഞു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൂപ്പർ ഓക്സൈഡ്സിൽ ഓക്സിജൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ -½ 1/2 ആയിരിക്കും. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ റൂള് പറയുന്നതെന്ന് വെച്ചാൽ നോർമലി ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ -2 ആണ്. പക്ഷേ 2 കേസിൽ ഒഴികെ ബാക്കി എല്ലാ കേസിലാണ് ഈ ഒരു -2 വരുന്നതെന്ന് പറയുന്നത്. ആ 2 കേസാണ് ഫസ്റ്റ് വരുന്ന എ എന്ന് വെച്ച് കഴിഞ്ഞാൽ
പെറോക്സൈഡിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറയുന്നത് Na2O2 H2O2. അതിലെന്തായിരിക്കും ഓക്സിഡേഷൻ നമ്പർ ഓക്സിജൻ്റെ -1 ആയിരിക്കും. ഇനി സൂപ്പർ ഓക്സൈഡ്സിലാണെങ്കിൽ ഉദാഹരണം വരുന്നത് KO2 ആണ്. അപ്പോൾ അതിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ -1/2 ആയിരിക്കും. ഓക്കെ. ഇനി ഫോർത്ത് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് H ഈസ് +1 വെൻ കമ്പൈൻഡ് വിത്ത് നോൺ മെറ്റൽ ആൻഡ് ഈസ് -1 വെൻ കമ്പൈൻഡ് വിത്ത് മെറ്റൽ. ഈസിയാണ് അല്ലേ? മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? മെറ്റലുമായിട്ട് വരുമ്പോൾ ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ -1 എന്നാണ് പറയുന്നത്. നോൺ മെറ്റൽ ആണെങ്കിൽ +1 അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് HCl H ഈസ് +1. ഇവിടെ എന്താണ്? നോൺ മെറ്റൽ HCl. ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ HCl. അപ്പോൾ ഇവിടെ H ഉണ്ട്. ഈ ക്ലോറിന് അതെന്താണ്? ഒരു ഗ്യാഷ്യസ് ഫോം, നോൺ മെറ്റൽ ആണല്ലോ. അപ്പോൾ അതുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിന് വാല്യൂ എന്തായിരിക്കും വരുന്നത്? +1 ആയിരിക്കും ഹൈഡ്രജൻ്റെ വാല്യൂ. ഇനി ഇപ്പം നോൺ മെറ്റൽ എടുക്കുന്നതാണെങ്കിൽ നോൺ മെറ്റലിൻ്റെ നോക്കാം. അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് മെറ്റലിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് CaH2. ഇവിടെ ഹൈഡ്രജന് കാൽഷ്യത്തിൻ്റെ കൂടെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. സോ Ca എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ്? മെറ്റലാണ് അല്ലേ? കാൽഷ്യം. സോ അതും കൂടെ ബോണ്ട് ചെയ്തിരിക്കുമ്പം അവിടെ ഉണ്ടാകുന്ന ഓക്സിഡേഷൻ നമ്പർ ഹൈഡ്രജൻ്റെത് -1 ആയിരിക്കും. ആൻഡ് ഈ നോൺ മെറ്റൽ ആണെങ്കിൽ +1 എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് ഒരു കോമ്പൗണ്ടിൻ്റെ എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കണം നിങ്ങൾ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൽക്കലി മെറ്റൽ ഈസ് +1 ഇൻ ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അപ്പോൾ ആൽക്കലി മെറ്റൽസിൻ്റെ എന്തായിരിക്കും? +1 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നെക്സ്റ്റ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് 6th റൂളാണ്. ഇൻ എ കോമ്പൗണ്ട് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ദ മോർ ഇലക്ട്രോനെഗറ്റീവ് element will have a negative oxidation number and less electronegative atoms will have a positive oxidation number. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് പറയുന്ന NCl3. ഇവിടെ N-നുണ്ടല്ലോ +3 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ വരുന്നത്. ആൻഡ് Cl-ന് എന്തായിരിക്കും വരുന്നത്? -1 ആയിരിക്കും ഓക്സിഡേഷൻ വരുന്നത്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണല്ലോ, നൈട്രജനും ക്ലോറിനും കൂടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ബോണ്ട് ചെയ്യുമ്പോൾ മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് കൂടുതലുള്ളത് ആരാണ്? Cl ആണ്. അപ്പോൾ അതിന് നെഗറ്റീവ് ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് മൈനസ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റമിന് ഓക്സിഡേഷൻ നമ്പർ വരുന്നത് + ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി 7th റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സം ഓഫ് ദ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ഓൾ ദ ആറ്റംസ് ഇൻ എ ന്യൂട്രൽ കോമ്പൗണ്ട് ഈസ് 0 എന്ന്. ഇപ്പോൾ ന്യൂട്രൽ കോമ്പൗണ്ടിലുള്ള എല്ലാ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്താ 8th വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എ പോളി അറ്റോമിക് അയോൺ ദ സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ഓൾ ദ ആറ്റം ഈസ് ഈക്വൽ ടു ദി ചാർജ് ഓൺ ദി അയോൺ. പോളി അറ്റോമിക് ആയിട്ടുള്ള അയോൺസിലുണ്ടാവുമല്ലോ, അതിൽ ഓക്സിഡേഷൻ നമ്പേഴ്സിൻ്റെ സമ്മ് എന്തായിരിക്കും? അതിൻ്റെ ചാർജ് ആ ഒരു അയോണിൻ്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇവിടെ പറയാം. CO3 2-. ഓക്കെ, ഇവിടെ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ ഈസ് -2 ആണ് അല്ലേ. കാർബണിൻ്റെ ഓക്സിജൻ്റെ ഈ ഒരു എന്തായിരിക്കും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആയിരിക്കും. പോളി അറ്റോമിക് അയോൺസിലാണ് ഇത് സംഭവിക്കുന്നത്.
ഓക്കെ, അപ്പം നമുക്ക് ഇതുണ്ടല്ലോ, ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ചെറിയൊരു എക്സാമ്പിൾ പോലെ ചെയ്ത് നോക്കാം. എക്സാമ്പിളായിട്ട് വരുന്നത് H2SO4 എടുക്കാം. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും. അപ്പം ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. നമുക്കിപ്പം ഓക്സിജൻ്റെ അറിയാം അല്ലേ, ഓക്സിജൻ്റെ എന്താണെന്ന് ആ റൂൾ അനുസരിച്ച് പറഞ്ഞാൽ ഓക്സിജൻ ഈക്വൽ ടു -2. സൂപ്പർ ഓക്സൈഡും അതിനൊക്കെയാണ് നമ്മൾ പറഞ്ഞ സൂപ്പർ ഓക്സൈഡിനും പിന്നെ പെറോക്സൈഡിനുമാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കോമ്പൗണ്ട്സിലും ഓക്സിജൻ എന്ത് ഫോമിലായിരിക്കും? -2 ഓക്സിഡേഷൻ നമ്പർ തന്നെ ആയിരിക്കും. അപ്പം ഈ ഒരു കോമ്പൗണ്ടിലും -2 തന്നെ ആയിരിക്കും കേട്ടോ ഓക്സിജൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം O4 ആണ് വരുന്നത്. -2 × 4 ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, O4-ലാണല്ലോ ഉള്ളത്. -2 × 4 = -8. പിന്നെ ആണെങ്കിൽ എന്താണ് Hൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് the oxidation number of H is +1 as bonded to a non-metal, so 2 H atoms have total oxidation number of +2 അല്ലേ. അതായത് 2 ആറ്റംസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് ഒരു നോൺ മെറ്റലും ആയിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത് Hന്. അതുകൊണ്ട് +1 × 2, hence we get 2. ഓക്കെ, +2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ 2 വാല്യൂ കിട്ടി. നമ്മൾ എഴുതാം 2 പ്ലസ്, ഇനി സൾഫറിൻ്റെത് മാത്രം അറിഞ്ഞാൽ മതി. എസ്സിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആണല്ലോ അറിയേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്, പിന്നെ -8. ഓക്സിജൻ്റെ എന്താ വരുന്നത്? 8 ആണ് വരുന്നത്. അപ്പം നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + x ഈക്വൽ ടു ഈ ഒരു -8നെ ഇപ്പുറത്ത് കൊണ്ടുകഴിഞ്ഞാൽ +8 ആവും. പിന്നെ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള 2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും അല്ലേ. ഈ ഒരു 2നെ +2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? -2 ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പം x ഈക്വൽ ടു 8 - 2 എത്രയായിരിക്കും? 6 ആയിരിക്കും. 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ +6 അല്ലേ. അപ്പോൾ സൾഫറിൻ്റെത് എന്തായിരിക്കും ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ +6 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ വരുന്നത്. അപ്പോൾ H2SO4-ൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ +6 ആയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കുന്നത് NO3-. ഇവിടെ ഓൻ്റെത് എന്താണെന്ന് അറിയാം, നമുക്ക് -2 ആണെന്നറിയാം. ഇൻറ്റു O എത്രയാണ്? 3 ആണല്ലേ ഉള്ളത്, 3. അപ്പോൾ അത് ആദ്യം എഴുതിയേക്കാം. -2 × 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ -6. ഇനിയിപ്പോൾ N-നെയാണ് കാണുന്നത്, അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം എക്സ് ഓൻ്റെത് എന്ത് കിട്ടി? നമുക്ക് -6 കിട്ടി. -6. ഓക്കെ, ണ്ട് ആൻഡ് ഈക്വൽ ടു ഇവിടെ എന്താണ്? ഒരു മൈനസ് സിമ്പിൾ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്നാണ് കേട്ടോ. അതിനെ ഓൻ്റെ റേസ് ടു ആയിട്ട് വരുന്നുണ്ടല്ലോ -1, അത് ഈക്വൽ ടു -1 എഴുതും. അപ്പം എക്സ് ഈക്വൽ ടു എന്ത് കിട്ടുന്നത്? -1. ഇവിടെ മൈനസ് ഉള്ളത് -6 ഉള്ള ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +6 ആവും. എന്നാൽ ഈ ഒരു -1 + 6 എന്തായിരിക്കുന്നു? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമാണ് ഇടേണ്ടത് ഇവിടെ. അപ്പം 6-ന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 5. ഇതിൽ -1-ലും +6-ലും വലുത് ഏതാണ്? 6 ആണ്. 6ൻ്റെ ചിഹ്നം സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ആണ് വരുന്നത്. അപ്പം +5. എക്സ് ഈക്വൽ ടു +5 ആയിരിക്കും അന്നേരം നമുക്ക് കിട്ടുന്നത്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ N ആണ് ഡിനോട്ട് ചെയ്യുന്നത്. N-ൻ്റെ ഓക്സിഡേഷൻ നമ്പർ +5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കോൺസെപ്റ്റ് ഓക്സിഡേഷൻ നമ്പർ കാണാൻ വേണ്ടിയിട്ടുള്ളത്.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാലൻസിങ് റിഡോക്സ് റിയാക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, ആൻഡ് സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഇലക്ട്രോൺ മെത്തേഡാണ്. അത് ഓരോന്നും എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് കണ്ടുപിടിക്കാൻ 8ഓളം സ്റ്റെപ്സ് വരുന്നുണ്ട് കേട്ടോ. 9 സ്റ്റെപ്സോളം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നേരിട്ട് തന്നെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു സ്റ്റെപ്പ് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഫോസ്ഫറസ് ആണ് എടുത്തിരിക്കുന്നത് വിത്ത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡുമായിട്ട് ഫോസ്ഫറസ് ട്രീറ്റ് ചെയ്യുമ്പോൾ നൈട്രിക് ഓക്സൈഡാണ് നമുക്ക് ഫോം ചെയ്യുന്നത്. ആ ഒരു റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓക്സിഡേഷൻ റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള ഓക്സിഡേഷൻ നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ മെത്തേഡിൽ ഫസ്റ്റ് അവർ പറയുന്നത്, അതിൻ്റെ റൂൾ വെച്ചിട്ട് പറയുന്നത്, അതിൻ്റെ സ്കെലറ്റൽ ഇക്വേഷനിൽ എഴുതണം. സ്കെലറ്റൽ ഫോമിൽ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അതിൻ്റെ റിയാക്റ്റൻസ് എഴുതുക, എന്നിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് എഴുതുക. റിയാക്റ്റൻസ് എന്താണ്? ഫോസ്ഫറസ് പ്ലസ് നൈട്രിക് ആസിഡ്, പിന്നെ കിട്ടുന്ന നൈട്രിക് ഓക്സൈഡ്, പിന്നെ എന്താണ് വാട്ടർ പ്ലസ് ഈ ഒരു പ്രൊഡക്റ്റ് സൈഡും നമ്മൾ എഴുതാം. ഇങ്ങനെയാണ് ആ ഒരു സ്കെലറ്റൽ ഇക്വേഷൻ വരുന്നത്. ആൻഡ് രണ്ടാമതായിട്ട് അവർ പറയുന്നത് റൈറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് ആറ്റം അബവ് ഇറ്റ്സ് സിമ്പിൾ ഇൻ ദി ഇക്വേഷൻ. അതായത് ഓരോ ആറ്റത്തിലും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതണം. ഇവിടെ P0 എന്നാണ് അല്ലേ എഴുതിയിരിക്കുന്നത്. അതെന്താ P0? അതിൻ്റെ ഓക്സിഡേഷൻ, പീൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് 0 വരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ 0 വരുന്നത്? അപ്പോഴാണ് നമ്മൾ ആ ഒരു ഓക്സിഡേഷൻ നമ്പറിൻ്റെ റൂൾ നോക്കേണ്ടത്. കാരണം ഒരു എലമെൻ്റൽ ഫോമിലാണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ P എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ എലമെൻ്റൽ ഫോമിലാണല്ലേ, ബേസിക് ഫോമിലാണല്ലേ. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഇനിയിപ്പം ഈ HNO3 ഓരോന്നിൻ്റെയും നമ്മൾ നോക്കാം. അത് ഹൈഡ്രജന് ഇവിടെ വരുന്നത് +1 ആണ്. അപ്പോൾ ആ ഒരു ഹൈഡ്രജന് നോൺ മെറ്റൽസുമായിട്ടാണ് കോണ്ടാക്റ്റിൽ വരുന്നത്. സോ അത് ഹൈഡ്രജൻ്റെ +1 എന്ന് വരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നോക്കാം ഓൻ്റേത്. O എത്രയായിരിക്കും വരുന്നത്? O എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം -2 ആണ്. -2 × 3, ഇവിടെ 3 ചെയ്ത് കഴിഞ്ഞാൽ എന്താ? -6 കിട്ടും. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് +1 പ്ലസ് ഇനി എന്നിൻ്റെത് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നോർമലി കൊടുത്തിട്ടുണ്ട് +5 എന്ന്, എന്നാൽ പോലും ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? എന്നിൻ്റെ വരുന്നത് x ആയിട്ടായിരിക്കും. ആൻഡ് x = -6 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വരുന്നത് 6 ആയിരിക്കും, +6. ആൻഡ് ഇവിടുത്തെ +1 ഉണ്ടല്ലോ, ഇതിങ്ങനെ പോകുമ്പോൾ -5 ആയിട്ടായിരിക്കും, -1 ആയിട്ടായിരിക്കും വരുന്നത്. സോ x = 5 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു 5 ആണ് കേട്ടോ ഇവിടെ എന്നിന് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ HPO3 കാണുന്നതാണെങ്കിലും Hന് +1 ആയിരിക്കും, O3 വെച്ച് കഴിഞ്ഞാൽ -2 ആയിരിക്കും Oന് വരുന്നത്. സോ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 3 ആണല്ലോ വരുന്നത്. സോ ഇതേപോലെ തന്നെയാണല്ലേ നോർമലി സെയിം ആ ഒരു കോമ്പൗണ്ടിക് സ്ട്രക്ചർ ആണല്ലോ ഇവിടെ വരുന്നത് HPO3. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ വാല്യൂ സെയിം ആയിരിക്കും വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെ NOൻ്റെ ആണ് കേട്ടോ. NOൻ്റെ ഇവിടെ NO നോക്കൂ, അതിനെങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ അങ്ങനെ കിട്ടിയെന്ന്? ഓക്ക് നമുക്കറിയാം -2 ആയിരിക്കും വരുന്നതെന്ന്. ആ ഒരു എന്നിന് എങ്ങനെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. x -2 ആണല്ലോ, = 0. അപ്പോൾ നമുക്ക് x എന്ന് വെച്ച് കഴിഞ്ഞാൽ n ആണല്ലേ. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? x = ഈ ഒരു -2 0ൻ്റെ അപ്പുറത്ത് =2ൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? +2 ആയിരിക്കും വരുന്നത്. അപ്പോൾ n x ആണ്, അപ്പോൾ x = 2 ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു 2 ആണ് കേട്ടോ, +2 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ H2ൻ്റെത് സെയിം ആസ് +1ഉം -2 തന്നെ ആയിരിക്കും. കാരണം ഇത് എലമെൻ്റൽ ഫോമിലാണല്ലോ ഹൈഡ്രജൻ ഉള്ളത്. അപ്പോൾ അത് +1 ആയിരിക്കും ഹൈഡ്രജന്. പിന്നെ ഓക്സിജൻ നോർമലി അത് -2 തന്നെ ആയിരിക്കും.
എക്സെപ്ഷൻ കേസ് ഒന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഓക്സിഡേഷൻ നമ്പർ കിട്ടിയിരിക്കുന്നത്. ഇനി തേർഡ് ഇതിൽ പറയുന്ന ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ദി ആറ്റംസ് അണ്ടർഗോയിങ് ചേഞ്ച് ഇൻ ദ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വരുന്ന ആ ഒരു ആറ്റംസിനെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കൂ, ഇവിടെ പി ഫസ്റ്റ് കൺസിഡർ ചെയ്തു. ആ ഒരു പീൻ്റെ ചേഞ്ച് നോക്കൂ, ഇവിടെ എന്തായിട്ട് 0 +5 ആയിട്ട് വരുന്നത് അല്ലേ. അവിടെ ഒരു ഇൻക്രീസ് അല്ലേ വന്നത്, ഇൻക്രീസ് ഇൻ 5 അല്ലേ. ഇനിയിപ്പം നെക്സ്റ്റ് നിങ്ങൾ നോക്കൂ, ഇവിടെ n സെയിം ആയിട്ട് വരുന്ന n, ഇവിടുത്തുള്ള എണ്ണും നോക്കൂ. ദാറ്റ് ഈസ് ഇവിടെ n-ന് +5 ആണ് വന്നത്. നെക്സ്റ്റ് ഇവിടെ n-ലേക്ക് വരുമ്പോൾ എന്താണ് +2 ആയി മാറി. അവിടെ എന്താണ് ഡിക്രീസ് ഇൻ 3, +5 എന്നുള്ളത് 3ലേക്ക് മാറി അല്ലേ. അപ്പോൾ ആ ഒരു n-ൻ്റെയും p-ൻ്റെയും ആ ഒരു ചേഞ്ചസ് നമ്മൾ കണ്ടുപിടിച്ചു. മൂന്നാമത് അത് തന്നെയാണ് ചോദിക്കുന്നത്, ഓക്സിഡേഷൻ നമ്പറിൽ ഉള്ള ആ ഒരു ചേഞ്ചസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ആ ഒരു ഓക്സിഡേഷൻ നമ്പറിൻ്റെ ഇൻക്രീസും ഡിക്രീസും നോക്കും ഫോർ ദ ആറ്റം അണ്ടർഗോയിങ് എ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഒന്നിലധികം ആറ്റംസ് ഇൻവോൾവ് ചെയ്യുന്നതാണെങ്കിൽ മൾട്ടിപ്ലൈ ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ നമ്പർ വിത്ത് ദ നമ്പർ ഓഫ് ആറ്റംസ് അണ്ടർഗോയിങ് ദി ചേഞ്ച് ടു ഡിറ്റർമൈൻ ദ ടോട്ടൽ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ അതാണ് 4th വൺ പറയുന്നത്. So equating the increase and decrease in oxidation number of P and N on the reactant side. അപ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്ത നേരത്തെ 5 ഇൻക്രീസ് ചെയ്തു, 3 ഡിക്രീസ് ചെയ്തതാണ്. അപ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ ആ ഇൻക്രീസ് ചെയ്തതും ഡിക്രീസ് ചെയ്ത ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അതാണ് 3P-യും 5HNO3 ആയി മാറിയത്. ഓക്കെ, ഇനി 5th വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേറ്റ് ദി ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓൺ ദി റിയാക്ടൻറ്റ് സൈഡ് and multiply in the formula of the oxidizing and reducing agent suitably. അപ്പോൾ എന്താണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റിനെ സ്യൂട്ടബിളി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 3P വെച്ചിട്ട് 3യും 5ഉം ഇവിടെ ആഡ് ചെയ്ത് റിയാക്ടൻറ്റ് സൈഡിൽ. സോ ഹെൻസ് നമുക്ക് എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡും ബാലൻസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 3യും 5ഉം തന്നെ അവിടെ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്തു. So hence O and H are already balanced in the equation അല്ലേ. Hഉം Oയും ഇവിടെ ഓൾറെഡി ബാലൻസ്ഡ് ചെയ്തതാണ്. സോ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ സ്കെലറ്റൽ ഇക്വേഷൻ എഴുതി, പിന്നെ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു, പിന്നെ അതിൽ ഏതൊക്കെ ആറ്റംസ് ആണ് ചേഞ്ചിന് വിധേയമാവുന്നതെന്ന് നോക്കി, അതിൽ എത്ര ഇൻക്രീസ് ഉണ്ട് ഡിക്രീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. സോ അത് വെച്ചിട്ട് പ്രൊഡക്റ്റിൻ്റെയും റിയാക്റ്റിൻ്റെയും സൈഡിൽ നമ്മൾ ആ ഒരു ഡിക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്തിട്ടുള്ള ആ ഒരു നമ്പർ ഈക്വലി ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ്ലി ബാലൻസ് ആയി. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡാണ്, സെക്കൻഡ് മെത്തേഡാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം. അയോൺ ഇലക്ട്രോൺ മെത്തേഡ് എന്ന് വെച്ചാൽ എക്സാമ്പിൾ ഫസ്റ്റ് വരുന്നത് ബാലൻസ് ദി ഫോളോയിങ് സ്കെലറ്റൽ റിയാക്ഷൻ ബൈ അയോൺ ഇലക്ട്രോൺ മെത്തേഡ്. അതിൽ ഫസ്റ്റ് ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. Cr2O7 2- plus Fe2+ gives Cr3+ and Fe3+. ഇത് ആസിഡിക് മീഡിയത്തിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇതിൻ്റെത്, സ്റ്റെപ്പ് 1 and 2 വെച്ചിട്ട് റൈറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ ആറ്റംസ് അബവ് ദെയർ സിമ്പിൾ ഇൻ ദി സ്കെലറ്റൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നോർമലി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, പെട്ടെന്ന് തന്നെ നമുക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി Cr-ൻ്റെത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ +3 ആണ് കേട്ടോ. ഇവിടെ +6 വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ സബ്സ്ക്രിപ്റ്റിലായിട്ട് 2 ഉണ്ട്. അപ്പോൾ 2 × 3 എത്രയായിരിക്കും, 6 ആയിരിക്കും. അതുകൊണ്ടാണ് +6 ഇവിടെ വന്നത് കേട്ടോ. ആൻഡ് നോർമലി നമുക്കറിയാം എന്താണ് ഓക്സിജൻ്റെത് 2- ആണ്, അവിടെ തന്നെ ഉണ്ട്. പിന്നെ
ഈ ഒരു എഫിൻ്റെത് ഈ ഒരു +2 എഴുതാൻ കാരണം എന്താണ്, അയോൺസിൻ്റെത് അതിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ആ ഒരു ചാർജിൻ്റെ തന്നെ ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആയിട്ടുള്ളത്. ഇവിടെ ക്രോമിയത്തിൻ്റെ കേസിലും അതിൻ്റെ ചാർജ് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എഴുതി. ഇനി തേർഡ് സ്റ്റെപ്പ് വരുന്നത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് Fe2+ ഈസ് ഇൻക്രീസിങ് അല്ലേ. ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ Fe2+ ഇവിടെ Fe3+ ആയി. ദെർഫോർ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ. ഇൻക്രീസ് ചെയ്തതിനെ കൊണ്ട് നമ്മൾ ഓക്സിഡേഷൻ സംഭവിച്ചെന്ന് പറയാം. ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് Cr ഈസ് ഡിക്രീസിങ്. ഇവിടെ Crൻ്റെ എന്തോ നോക്കൂ, +6 ഉള്ളത് +3 ആയിട്ട് മാറി, അതായത് ഡിക്രീസ് ചെയ്യുന്നല്ലേ. അപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം Cr എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമിയം എന്ത് റിഡക്ഷന് വിധേയമായി, അയൺ എന്തിന് വിധേയമായി, ഓക്സിഡേഷന് വിധേയമായെന്ന് നമുക്ക് പറയാം. ആ ഒരു സ്റ്റെപ്പിൽ നമുക്ക് പറയാം സ്പ്ലിറ്റ് ദി റിയാക്ഷൻ ഇൻ 2 ഹാഫ് റിയാക്ഷൻ. 2 ഹാഫ് റിയാക്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റണം. ഫസ്റ്റ് വരുന്ന റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. റിഡക്ഷൻ എന്താ, ക്രോമിയം ആണല്ലേ. ക്രോമിയം 6 ആണുള്ളത്, അത് 3 ആയിട്ട് മാറി. അപ്പം ക്രോമിയത്തിൻ്റെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ Cr2O 2 - 7 = Cr3+ ആയി. ഇനി ഇപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ എന്താണ്, Fe2+ ഉള്ളത് Fe3+ ആയി. ബാലൻസ് ദി ഫസ്റ്റ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷന്. അപ്പം ഈ ഒരു ഫസ്റ്റ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇക്വേഷനായിട്ട് വരുന്നത്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ പറയുന്നത് ബാലൻസ് ദി ആറ്റംസ് അണ്ടർഗോയിങ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, Cr2O2 - 7നെ 2 ഒരു ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തു, 2 കൊടുത്തു. ഓക്കെ, ആൻഡ് 6th and 7th സ്റ്റെപ്പിൽ പറയുന്നു write the total number of electron transfer taking place. Here each atom undergoes change in ON by 3. Therefore 2 chromium atoms undergoes change in oxidation number by 6. അപ്പോൾ എന്താണ്, ക്രോമിയത്തിന് 6 ഇലക്ട്രോൺസ് ആണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ ഷോ ചെയ്തു. എന്ത് രണ്ടാമത് വരുന്നത് ബാലൻസ് ദി ചാർജ് ബൈ ആഡിങ് H+ ഓൺ ദ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ ഒരു H+ അയോൺസ് ആഡ് ചെയ്യുന്നതാണ്. സോ 14 ചാർജ് ഉണ്ട് വരുന്നത്. സോ 14 + H+ ദാറ്റ് ഈസ് ഈക്വൽ ടു, ബാക്കിയെല്ലാം റിമൈനിങ് ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് കേട്ടോ വരുന്നത്. ആൻഡ് ബാലൻസ് ദി H ആൻഡ് O ബൈ ആഡിങ് H2 ഓൺ ഈതർ സൈഡ്. രണ്ട് സൈഡിലും H2 കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ഹിയർ ഇവിടെ H2O നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ സൈഡിലാണ് കേട്ടോ. H2O ആഡ് ചെയ്തു. ഈ ഒരു H+ന് 14 ആണല്ലോ, അതിൻ്റെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 7 ആയിട്ട് ആഡ് ചെയ്തത്, ഇക്വേഷന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് കിട്ടുന്ന അവസാനത്തെ ഇക്വേഷൻ ഇതാ വരുന്നത്, ബാലൻസ്ഡ് ഇക്വേഷനായിട്ട് വരുന്നത്. ഇത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് വരുന്നുണ്ട്, ബാലൻസിങ് ദ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. നേരത്തെ നമ്മൾ ഫസ്റ്റ് റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. റിഡക്ഷൻ്റെ ഹാഫ് റിയാക്ഷനും കൂടെ നോക്കണം. സോ Fe2+ gives you F3+ അല്ലേ. ഇനിയിപ്പോൾ ആറ്റംസ് ആർ ബാലൻസ്ഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ്, സോ വി ഗെറ്റ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ ഇവിടെ Fe2+ എന്നുള്ളത് Fe3+, അതായത് ഇവിടെ എന്താണ്, ഗെയിൻ ചെയ്തതാണ് ഇലക്ട്രോൺസിന്. അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിലായിരിക്കും ഇലക്ട്രോൺസ് വരുന്നത്, ഗെയിൻ ചെയ്തതാണല്ലോ. സോ ബാലൻസ് ദി ചാർജ് ആൻഡ് ഇറ്റ് ഈസ് ബാലൻസ്ഡ്. അപ്പോൾ അവിടെ ഇലക്ട്രോൺസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് സൈഡ് ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് 9th സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ആൻഡ് Fe2+ gives you Fe3+. Fe2+ എന്താണ്, ഈ ഒരു ഇക്വേഷനാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് 6 കൊണ്ട് ഇൻറ്റു ചെയ്യാം നമ്മൾ, കാരണം ഇവിടെ 6 ഇലക്ട്രോൺസ് വരുന്നുണ്ടല്ലോ, അത് നമുക്ക് ഈക്വലി വെട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. സോ Cr2O7 2- ഇത് നേരത്തെ കണ്ടിട്ടുള്ള ഇക്വേഷനാണ് കേട്ടോ, ഇത് ഓക്സിഡേഷൻ്റെ ആ ഒരു ഇക്വേഷനാണ് വരുന്നത്. അതിങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ, Cr2O7 2- കിട്ടും. ഈ ഒരു 6 Fe ആയിട്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 6 Fe2+ കിട്ടും.
പ്ലസ് ഈ ഒരു 14H+, ഇതാണല്ലോ റിയാക്ടൻ സൈഡിലുള്ളത് ഇത് മൊത്തത്തിലും. അപ്പോൾ അത് റിയാക്ടൻ സൈഡ് ഓക്കെ ആയി. ആൻഡ് ഗിവ്സ് പ്രൊഡക്റ്റ് സൈഡിൽ നമ്മൾ നോക്കുന്നതാണെങ്കിൽ ഇവിടെ CR അല്ല കേട്ടോ ഇവിടെ വരുന്നത്, സോറി ഇവിടെ CA അല്ല എടുത്ത്, ഇവിടെ CR ആണ് വരുന്നത്. അപ്പം നമുക്ക് പ്രൊഡക്ട്സിൻ്റെ സൈഡിൽ എന്ത് കിട്ടും? 2Cr3 + 6Fe3+. 6Fe കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 6Fe3+ആയിട്ട് ഇൻറ്റു ചെയ്തതാണ്. അങ്ങനെ 6Fe3 + 7H2. അപ്പം നമ്മുടെ ഇക്വേഷന് ബാലൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനും ഉള്ള 2 മെത്തേഡ്. ഒന്ന് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും അയൺ മെത്തേഡും ആണ് വെച്ച്, അയൺ ഇലക്ട്രോൺ മെത്തേഡും വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് കണ്ടക്ടിവിറ്റീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കണ്ടക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്കിപ്പം പറയാം, അതിനു മുൻപേ നമുക്കറിയാം സോളിഡ് കണ്ടക്ടേഴ്സ് അതിൻ്റെ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻസ് എന്തിനെ ഒബേ ചെയ്യുന്നുണ്ട്? ഓംസ് ലോനെ ഒബേ ചെയ്യുന്നുണ്ട്. അതായത് കറണ്ട് ഒരു സൊല്യൂഷനിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ, കറണ്ട് ഒരു സൊല്യൂഷനിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഒരു റെസിസ്റ്റൻസ് അത് ഓഫർ ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ കൂടാതെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതാണ് നമ്മൾ എന്താണ് B = I × R എന്ന് പറയുന്നത്. സോ ആ ഒരു സൊല്യൂഷന് കണ്ടക്ടിവിറ്റി ടേക്കൺ ചെയ്യുന്നുണ്ട്, which has 2 parallel electrode cell and apart and each having an area of cross section ACm². So the resistance R of the electrolyte എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം, കറണ്ടിന്. ഓക്കെ, and inversely proportional to the area of cross section, that is equal to R directly proportional to current and inversely proportional to the area of cross section. ഇനിയിപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? R = ρ.L/A എന്ന് പറയാം. ഇവിടെ റോ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ വരുന്നത്. ഈ ഒരു റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റിവിറ്റീൻ്റെ സിമ്പിൾ വരുന്നത് റോ ആണ്. ഇത് ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നാച്ചുറായിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ ടെമ്പറേച്ചറിൽ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി സൊല്യൂഷൻ്റെ കേസ് എടുക്കുന്നതാണെങ്കിൽ കണ്ടക്റ്റൻസ് ആൻഡ് കണ്ടക്ടിവിറ്റി റാദർ ദാൻ ദെയർ റെസിസ്റ്റൻസ് ആൻഡ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പം ഈ ഒരു കണ്ടക്റ്റൻസ് ഈസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ദി കണ്ടക്ടിവിറ്റി ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പോൾ എന്താണ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. കണ്ടക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ? സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് വരുന്നത്. ദാറ്റ് ഈസ് L = 1/R ആൻഡ് നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊടുത്തിട്ട് K = 1/ρ എന്ന് പറയാം. ഇവിടെ K എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വർക്ക്ഡ് ഔട്ട് ഫ്രം റിലേഷൻ. എന്ത് റിലേഷനിലാണ് K വന്നത്? R = ρL/A എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റിലേഷനിലാണ് നമ്മൾ K എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ 1/R = 1/ρ × A/L എന്ന് നമ്മൾ കൊടുക്കും. എന്ത്? L = അപ്പോൾ L എന്ന് വെച്ച് കഴിഞ്ഞാൽ K A/L ആയിരിക്കും കേട്ടോ. സോ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതും. ഈ ഒരു ഇക്വേഷൻ വരുന്നത് K = L/A എന്ന് വെച്ച് എഴുതും. ഇത് നമ്മൾ എന്താണ് സീമാൻ വെച്ചിട്ടാണ് കേട്ടോ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. കണ്ടക്ടിവിറ്റി K ഈസ് എക്സ്പ്രസ്ഡ് ആസ്, ഇതാണ് കണ്ടക്ടിവിറ്റിയാണ് K എന്ന് പറയുന്നത്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് സീമാൻ വെച്ചിട്ടാണ്. സീമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ SCm⁻⁻1 ആണ്, അല്ലെങ്കിൽ 100 Sm⁻⁻1 എന്നാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റീനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ദി കണ്ടക്റ്റിംഗ് പവർ ഓഫ് ഓൾ ദ അയോൺസ്. ഇതിലിപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാന്നുണ്ടെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി എഴുതാനായിരിക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതാന്നുണ്ടെങ്കിൽ ഇത് എഴുതിയാൽ മതി. മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ദി കണ്ടക്റ്റിംഗ് പവർ ഓഫ് ഓൾ ദ അയോൺസ് furnished by 1 mole of an electrolyte in a solution of specified concentration. അതായത് 1 mole of electrolyte എന്താണ്
ആ ഒരു അയോൺസിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു കണ്ടക്റ്റിംഗ് പവർ, അതിനെയാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതൊരു സ്പെസിഫൈഡ് കോൺസെൻട്രേഷനിലായിരിക്കും ഉണ്ടാവുന്നത്. സോ ഇത് ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എം എന്നാണ്, റിലേറ്റഡ് ടു ദി കെ ബൈ ദ റിലേഷൻ. അപ്പം ലാംഡ എം ഇസ് ഈക്വൽ ടു എം, സ്മോൾ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 K ഡിവൈഡഡ് ബൈ എം. ഓക്കെ, where m is the molarity of the solution. Its units are SCM² mol raised to -1 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ മോളർ കണ്ടക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ ഒരു രണ്ടാമത്തെ ഒരു അതിൻ്റെ കോൺസെൻട്രേഷൻ പറയുന്നുണ്ടെങ്കിൽ വേരിയേഷൻ ഓഫ് മോളാർ ആൻഡ് ഇക്വിവാലൻറ്റ് കണ്ടക്ടിവിറ്റി വിത്ത് ദി കോൺസെൻട്രേഷന്. ആ ഒരു ഇക്വാലൻറ്റ് കണ്ടക്ടിവിറ്റിയും മോളാർ വേരിയേഷനും ആ ഒരു കോൺസെൻട്രേഷനിൽ എടുക്കുന്ന ആ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുന്നതാണെങ്കിൽ ആസ് ദ സൊല്യൂഷൻ ഈസ് ഡൈല്യൂട്ടഡ് ഇറ്റ്സ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഒരു സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വാട്ടർ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്ന ആണെങ്കിൽ ഒരു ജ്യൂസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാല് തന്നെ എടുക്കാം, കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടെ മിൽക്കിൻ്റെ കോൺസെൻട്രേഷൻ കുറയും, വെള്ളത്തിൻ്റെ അളവാണ് അല്ലേ കൂടുതൽ. ഡൈല്യൂട്ട് ചെയ്യാന്ന് പറയും നമ്മളത്. നോർമൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിലെല്ലാം ഡൈല്യൂഷൻ പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വേറെ വെള്ളം വെച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്, ഡൈല്യൂട്ട് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള കെമിക്കൽ നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. സോ ആസ് ദ സൊല്യൂഷൻ ഈസ് ഡൈല്യൂട്ടഡ് ഇറ്റ്സ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. അവിടെ സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യാന്നാണ് പറയുന്നത്. സോ delta m is given by lambda m is equal to 1000 K divided by m. ഇവിടെ K എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റിയാണ്. നമ്മൾ നേരത്തെ കണ്ടക്ടിവിറ്റി കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിൾ ചിലപ്പം ചോദിക്കാം, 2 സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് അടയാളപ്പെടുത്തിയ ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ ലെവലിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് വരച്ചെടുക്കുന്ന ഗ്രാഫ് ഇതായിരിക്കും. ഇത് വരച്ചാൽ മതി നിങ്ങൾ. KCl ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് KCl വരുന്നത്, COH വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലാണ് കെമിക്കൽ സെല്ലുള്ളത്. ഒന്ന് ഇലക്ട്രോലിറ്റിക് സെല്ലുണ്ട്, അതിനെ ഫാരഡൈക് സെൽ എന്ന് പറയും. രണ്ടാമത്തേത് ഗാൽവനൈക് സെല്ലാണ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇലക്ട്രോലിറ്റിക് സെല്ല് അല്ലെങ്കിൽ ഫാരഡൈക് സെല്ല്. ഈ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഉണ്ടാവുമല്ലോ, അത് ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ടാണ് കേട്ടോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ of an electrolyte into its ions when an electric current is passed through it called electrolysis. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇലക്ട്രോലൈറ്റ് അത് അതിൻ്റേതായിട്ടുള്ള അയോൺസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ. അതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. കെമിക്കൽ ചേഞ്ചസ് അവിടെ ഒക്കർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന അയോൺസ് ഉണ്ടാവില്ല, ആ ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാകുന്ന അയോൺസ് അത് ഡീകമ്പോസ്ഡ് ആയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇലക്ട്രോഡിലേക്ക് തന്നെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷന് ആ ഒരു സെല്ലിൽ നമ്മൾ ഒക്കർ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണാം. ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ദറ്റ് ഈസ് ഇത് ആനോഡ് സെല്ലാണ്, ദിസ് ഈസ് ദി കാഥോഡ് സെല്ല്. ഇവിടെ എന്തിൻ്റെ ഫ്ലൂയിഡാണ് എടുത്തിരിക്കുന്നത്, NaCl സൊല്യൂഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, NaCl ദ ഇലക്ട്രിക് ഫീൽഡ് ക്ലോറിൻ Cl മൈനസ് അയോൺസ് ഉണ്ടല്ലോ പോസിറ്റീവ്, ഇവിടെയുള്ള ഈ ഒരു Cl മൈനസ് അയോൺസ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക്, അതായത് ആനോഡിലേക്ക്, ഇവിടെയാണ് Cl മൈനസ് അയോൺസ് ഉണ്ടാകുന്നത്, അത് ആനോഡിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് അണ്ടർഗോ ഓക്സിഡേഷന്. അപ്പോൾ ആനോഡിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അപ്പോൾ Na+ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഈ ഒരു സൊല്യൂഷനിലുള്ള Na+ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയാണല്ലോ, ലോസ് ചെയ്യണമല്ലോ. വിൽ ഗോ ടു ഇലക്ട്രോഡ് കാഥോഡിലേക്ക് പോവാം. Na+ കാഥോഡിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ കാഥോഡിലേക്ക് പോകുന്നതിന് നമ്മൾ റിഡക്ഷനിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് കേട്ടോ. ആ പ്രോസസ്സ് നമ്മൾ ഇക്വേഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്സിഡേഷൻ അറ്റ് ക്ലോറിൻ വെച്ചാൽ Cl- gives to Cl പ്ലസ് ഇലക്ട്രോണിനെ വാങ്ങിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം Cl + Cl Cl2 ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് റിഡക്ഷൻ അറ്റ് കാഥോഡിൽ വരുന്ന ഇത് റിഡക്ഷൻ ആണ്. സോ അതെന്താണ്, Na+ ഇലക്ട്രോണിനെ കൊടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് Na ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ഒന്ന് ഈ ഒരു ഫാരഡേ സെല്ലിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ ഫാരഡേ ആണ്. ഫാരഡേ ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. അപ്പോൾ എന്താണ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ, ഫാരഡേസ് ഫസ്റ്റ് ലോ ഒന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എഴുതി കൊടുക്കണം. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദി മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഈസ് directly proportional to the quantity of electricity passed through the electrolyte taken as a solution or as a melt. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, അതിൻ്റെ അകത്തുള്ള ഒരു മാസ്, സബ്സ്റ്റൻസിൻ്റെ മാസ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്, ആ ഒരു സൊല്യൂഷനിലൂടെ കടത്തി വിട്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് മാത്തമാറ്റിക്കലി നമ്മളത് ഡിനോട്ട് ചെയ്യുന്നതാണ് W പ്രൊപ്പോർഷണൽ ടു Q. ഇവിടെ Q എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയാണ്, കൂളം ചാർജ്, അതിൻ്റെ ചാർജ് ആണ് പറയുന്നത്. ആൻഡ് W എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാസ് ആണ് കേട്ടോ, ആ ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് ആണ്. W = ZQ. ആൻഡ് Z എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് കോൾഡ് ഇലക്ട്രോ കെമിക്കൽ ഇക്വിവാലൻ്റ് ഓഫ് ദി സബ്സ്റ്റൻസ്. അത് എന്തായിരിക്കും, Q = I.T ആയിരിക്കും. അപ്പം W = ZQ പകരമായിട്ട് നമുക്ക് ZIT എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഇലക്ട്രോ കെമിക്കൽ ഇക്വിവാലൻ്റ്, the Z of a substance is its mass is liberated അല്ലെങ്കിൽ deposited on passing coulomb. അപ്പോൾ ഒരു കൂളം ചാർജ് ഉള്ളതിലൂടെ ചാർജ് എന്തെല്ലാം Z സബ്സ്റ്റൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആംപിയർ കറണ്ട് ആയിരിക്കും ഫോർ 1 സെക്കൻഡ്. ഓക്കെ, ഇത്രയാണ് പറയുന്നത്. ഇനി ഫാരഡേൻ്റെ സെക്കൻഡ് ലോനെ കുറിച്ചിട്ട് നോക്കാം. സെക്കൻഡ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് when the same quantity of electricity is passed through different electrolytes taken in different electrolytic cells which are connected in series, the masses of different substances liberated are proportional to their chemical equivalent masses. അപ്പോൾ ഫാരഡേ സെക്കൻഡ് ലോ എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞ അതേ ലോ തന്നെ, പക്ഷെ നേരത്തെ ഒരു സബ്സ്റ്റൻസ് സൊല്യൂഷനാണ് എടുത്തതെങ്കിൽ അതിലൂടെയാണ് കറണ്ട് കടത്തി വിട്ടതെങ്കിൽ ഇവിടെ 2 ഇലക്ട്രോലൈറ്റ്സ് എടുക്കുന്നുണ്ട്. സോ അതിലേക്ക് സെയിം എമൗണ്ട് ഓഫ് കറണ്ട് തന്നെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. അതെന്ത് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ആ ഒരു കെമിക്കൽ ഇക്വാലൻറ്റ് മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇക്വാലൻറ്റ് മാസ് = മോളാർ മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇക്വാലൻറ്റ് മാസ് കണ്ടുപിടിക്കാൻ എന്താണ്, ഫസ്റ്റ് നമ്മൾ മോളാർ മാസ് കണ്ടുപിടിക്കണം ആ ഒരു സബ്സ്റ്റൻസിൻ്റെ, പിന്നെ അത് എത്ര ഇലക്ട്രോൺസ് ആണോ ഗെയിൻ ചെയ്തത്, എത്ര ഇലക്ട്രോൺസ് ആണോ ലോസ്റ്റ് ചെയ്തത്, അതിനനുസരിച്ച് അത് നമ്മൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ WA and WB the masses of 2 substances liberated in 2 electrolytic cells connected in series. അപ്പോൾ അതിൻ്റെ ഇക്വാലൻറ്റ് മാസ് കാണാൻ WA ഡിവൈഡഡ് ബൈ WB ആണ് കേട്ടോ. 2 സീരീസിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 2 സബ്സ്റ്റൻസ്, അതിൻ്റെ മാസ് ഇക്വാലൻറ്റ് മാസ് ഓഫ് A ഡിവൈഡഡ് ബൈ ഇക്വാലൻറ്റ് മാസ് ഓഫ് B ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയാണ് ഫാരഡേ സെക്കൻഡ് ലോ വരുന്നത്. ആൻഡ് രണ്ടാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാൽവാനിക് സെല്ലാണ് കേട്ടോ. ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെൽസ് ആണ് പറയുന്നത്. സോ ഗാൽവാനിക് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ when a zinc rod dipped in copper sulfate solution COSO4 solution a reaction start in the solution. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് അറിയാം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലെന്താണ് സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Zn + CuSO4 gives you ZnSO4 + Cu എന്ന്. ഓക്കെ, ഇതെന്താണ്, ഒരു റിഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷനാണ്. 2 ഹാഫ് ഉണ്ടാവും, 2 ഹാഫ് റിയാക്ഷൻസ് ഉണ്ടാവും. Zn അതായത് Zn അവിടെ ഉണ്ടാകുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ പ്രോസസ്സും വരുന്നുണ്ട് ആൻഡ് റിഡക്ഷൻ റിയാക്ഷനും.
അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സെഡിന് 2+ അയോൺസിനെ കൊടുത്തു, 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നുണ്ട്, അവിടെ ഓക്സിഡേഷന് വിധേയമാകുന്നുണ്ട്. കോപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയാണ് അല്ലേ, അവിടെ റിഡക്ഷൻ റിയാക്ഷന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നോക്കാം. ഇൻ ദിസ് റിഡോക്സ് റിയാക്ഷനിൽ ഇലക്ട്രോൺസ് എന്താണ് സിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലേ, Cu2+ അയോണായിട്ട് മാറുന്നുണ്ട്. ആൻഡ് ബട്ട് ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ the redox reaction in the electrochemical cells has been modified. Zinc rod is dipped in zinc sulfate solution. അപ്പോൾ ഈ ഒരു ബീക്കർ 2 ബീക്കർ എടുത്തിട്ടുണ്ട്, അതിൽ ഒന്ന് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ്, ആൻഡ് മറ്റേത് CuSO4 സൊല്യൂഷൻ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സൊല്യൂഷനെ 2 സൊല്യൂഷനെ എന്ത് വെച്ചിട്ട് ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അതിന് ഇവിടെ ഒരു അമ്മീറ്ററും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിക് കറണ്ട്, ഈ ഒരു ഗാൽവാനിക് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണത്. അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ 2 സൊല്യൂഷൻസ് ആർ കണക്റ്റഡ് ത്രൂ സോൾട്ട് ബ്രിഡ്ജ് ആൻഡ് ദി അമ്മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇലക്ട്രോൺസ് ഇതിലൂടെ ഈ ഒരു മൂവ് ത്രൂ ദി വയർ ഫ്രം സിങ്ക് ടു കോപ്പറിലേക്ക് ഈ ഒരു കോപ്പർ റോഡിലൂടെ പോകണം. അതിനാണ് നമ്മൾ ഇലക്ട്രോൺസ് ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ Zn2+, ZnSO4 ലായനിയിലുള്ള 2 ഇലക്ട്രോൺസിനെ കൊടുക്കും. അപ്പോൾ അത് Zn റോഡ് ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യും, എന്നിട്ട് ഇവിടെ കോപ്പർ CuSO4 എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എ മെറ്റൽ ഡിപ്ഡ് ഇൻ ഇറ്റ്സ് ഓൺ സാൾട്ട് സൊല്യൂഷനെ പറയുന്നതാണ് ഹാഫ് സെല്ലിന്. ഇവിടെയുള്ള സാൾട്ട് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ZnSO4 ആണ്. അപ്പോൾ ZnSO4 തന്നെ ഡിപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു മെറ്റൽ ഉണ്ടല്ലോ, അതായത് Zn റോഡ്, അപ്പം അതിനെയാണ് നമ്മൾ ഹാഫ് സെൽ എന്ന് പറയുന്നത്. ഈ ഒറ്റൊന്നിനെ നമ്മൾ ഹാഫ് സെൽ എന്നായിട്ടാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ഓക്സിഡേഷൻ ഹാഫ് സെൽ ആയിരിക്കും. അങ്ങനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറയാൻ കാരണം എന്താണ്, അവിടെ ഓക്സിഡേഷൻ ആണ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ റിഡോക്സ് റിയാക്ഷനും ആണ് നടക്കുന്നത്. കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ് ഈസ് റിഡക്ഷൻ ഹാഫ് സൈക്കിൾ ആയിരിക്കും. ഇത് ഓക്സിഡേഷൻ ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് റിഡക്ഷൻ ഹാഫ് സൈക്കിൾ ആയിരിക്കും കേട്ടോ. ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, Zn to Cu. അപ്പോൾ പക്ഷേ അതിൻ്റെ ഇലക്ട്രിക് ചാർജ് ഉണ്ടാവല്ലോ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ചാർജിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്, ദാറ്റ് ഈസ് അത് ഇലക്ട്രിക് കറണ്ട് ഇങ്ങോട്ടേക്കായിരിക്കും, കാഥോഡ് ടു ആനോഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ അമ്മീറ്ററിൽ ഈ ഒരു ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം, ചെറിയ കാര്യങ്ങളാണ്. സെൽ EMF എന്നാൽ എന്ത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഓഫ് ദ 2 ഇലക്ട്രോഡ്സ് or half cells of a galvanic cell when measured in the open circuit is called the cell electromotive force or cell EMF. അപ്പോൾ സെൽ EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് 2 ഇലക്ട്രോഡ്സിലുള്ള അതിനെ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, സെൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. വെൻ ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് വിത്ത് സം എക്സ്റ്റേണൽ ലോഡ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്നത് എന്താ, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലോഡ് വെച്ചിട്ട് അതിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും കേട്ടോ. സെൽ EMF ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് എ പൊട്ടൻഷ്യോമീറ്റർ. എന്ത് വെച്ച് നമുക്ക് മെഷർ ചെയ്യാം, പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടും സെൽ EMFനെ മെഷർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ഇലക്ട്രോഡ്സ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഈ ഒരു EMF ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഇലക്ട്രോഡിൻ്റെ നാച്ചുറിനെയും ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷനെയും ടെമ്പറേച്ചറിനെയാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡ് സെൽ EMF ആണ്. ദ EMF ഓഫ് എ സെൽ ഹാസ് എ സ്റ്റാൻഡേർഡ് വാല്യൂ ഇഫ് ബോത്ത് ഇറ്റ് ഹാഫ് സെൽസ് ആർ ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ്. ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ E0 സെല്ലിന്. അപ്പോൾ സ്റ്റാൻഡേർഡ് സെൽ EMF E0 സെൽ എന്നാണ് പറയുന്നത്. ഇനിയിപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് സെൽ EMF ആൻഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണുന്നത് E0 സെൽ ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്നാണ്. അപ്പോൾ ഇത് അതിൻ്റെ കാഥോഡ് ആനോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആണ് കേട്ടോ വരുന്നത്. ആൻഡ് ദ സെൽ EMF ഇസ് റിലേറ്റഡ് ടു ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഇറ്റ്സ് ആനോഡ് ആൻഡ് കാഥോഡ്. അപ്പോൾ ECL ഈസ് ഈക്വൽ ടു നോർമലി നമ്മൾ നേരത്തെ ഇപ്പോൾ എഴുതിയത് തന്നെയാണ്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആയിരിക്കും. ഇനി ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആക്ടിവിറ്റി സീരീസ് എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് അറേഞ്ച്ഡ് ഇൻ ഓർഡർ ടു ദെയർ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതായത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചാർജ് പൊട്ടൻഷ്യൽ ഓഫ് എൻ ആറ്റംസ് ഹാഫ് സെൽ അറ്റ് ദി ഇലക്ട്രോഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. ഇപ്പോൾ ഹൈഡ്രജന് അതിൻ്റെ 0 സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ലിഥിയത്തിനായിരിക്കും. അതിൻ്റെ ലിഥിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കർ ഓക്സിഡൈസിങ് ഏജൻറ്റും സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻറ്റും ആയിരിക്കും കേട്ടോ. ആൻഡ് ദി അത് അറ്റ് എ ടൈം ഫ്ലൂറിൻ എന്തായിരിക്കും? സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജൻറ്റും വീക്കർ റെഡ്യൂസിങ് ഏജൻറ്റും ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഇത്രയാണ് വരുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കെമിക്കൽ സീരീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ EMF ഗാൽവാനിക് സെല്ല്. ഗാൽവാനിക് സെല്ലിൻ്റെ EMF കാൽക്കുലേറ്റ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്നാണ് കേട്ടോ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കൽ സീരീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് ദി ഫീസിബിലിറ്റി ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ്റെ ഫീസിബിലിറ്റി എത്രത്തോളം നല്ല രീതിയിൽ അത് നടത്തുന്നുണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും മനസ്സിലാകും. അപ്പോൾ അത് നോക്കുന്നതാണെങ്കിൽ നിങ്ങൾ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഈ ഒരു ടേബിൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് വരുന്നത്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് വെദർ എ മെറ്റൽ ക്യാൻ ലിബറേറ്റ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്സ്. അപ്പം എന്താണ് ഹൈഡ്രജന് ഹൈഡ്രജന് ആസിഡ്സ് ലിബറേറ്റ് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലായി പ്രെഡിക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. നമ്മൾ പറയുന്നത് ഫസ്റ്റ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ ബാലൻസിങ് ഇക്വേഷൻ പഠിച്ചു അല്ലേ. പിന്നെ ഓക്സിഡേഷൻ നമ്പറിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ 2 സെൽസ് ഉണ്ട്, ഗാൽവാനിക് സെൽസ്, പാരഡൈസ് സെൽസ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു. പിന്നെ അവസാനമായിട്ട് ഇലക്ട്രോ കെമിക്കൽ സീരീസിന് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.